ഇന്ന് നമുക്കൊരു ഔട്ടിങ്ങിന് പോവാവേ. ഒരു അക്വേറിയവും പിന്നെ ഒരു ദിനോസേഴ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ പാർക്കുമൊക്കെ കാണാനായിട്ടാട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ റിസോർട്ടിനോട് ചേർന്ന് തന്നെയാട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് കാറിന് വരാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നേ. കടലിൽ പോയി കഴിഞ്ഞപ്പോൾ വിചാരിച്ചാൽ അവിടെ ആയിരിക്കും ഏറ്റവും വെയിലെന്ന്, പക്ഷേ ഇത് കരയിലും വെയിൽ തന്നെയാണ്. അതുകൊണ്ട് പാർക്കിലെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ അക്വേറിയത്തിനുള്ളിലേക്ക് കയറി കേട്ടോ. അക്വേറിയത്തിനകത്ത് 3 സെക്ഷനായിട്ടാണ്, അതായത് കരയിൽ ജീവിക്കുന്ന കുറച്ച് ജീവികളും പിന്നെ മീനിൻ്റെ ഒരു സെക്ഷനും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസെക്ട്സ് ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു സെക്ഷനും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും ഫുള്ള് വീഡിയോസ് ഞാൻ ഇവിടെ നിന്നിരുന്നില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്ത് കൂടിപ്പോകും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതിൽ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കുറച്ച് വീഡിയോസ് മാത്രം ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഷാർക്കിൻ്റെ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിങ്ങനെ അടുത്തേക്ക് വരുന്നത് ഇത്രയും വലിയൊരു സംഭവവും അതിൻ്റെ കൂർത്ത പല്ലുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് തരാവേ. ഇതിനകത്ത് ഏറ്റവും രസം എന്നാണെന്നറിയാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാവുള്ളൂ, അല്ലാതെ കാണുന്ന സംഭവങ്ങളുടെ ഒന്നും പലതിൻ്റെയും പേരുകൾ എനിക്ക് അറിയത്തില്ല കേട്ടോ. കൂടുതലും എഴുതി വെച്ചിരിക്കുന്നത് ഇറ്റാലിയനിലാണ് താനും. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ കുഞ്ഞിനോട് ചോദിക്കും. അവനോടോ അല്ലെങ്കിൽ കുഞ്ഞാവയോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഈ കാർട്ടൂണും ടി വിയും ഒക്കെ കാണുന്നതല്ലേ, അത് മാത്രമല്ല അവർക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുണ്ണിക്ക് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് അവന് ഭയങ്കര കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഇപ്പം നമുക്ക് അവർ പറഞ്ഞു തരും. എന്ത് രസമല്ലേ അങ്ങനെ. എനിക്ക് പിന്നെ അങ്ങനെ നാണോ മാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ അവരോട് ചോദിക്കും കേട്ടോ, എന്താടാ അതിൻ്റെ പേര്, എന്താടാ അതിൻ്റെ പേരെന്നൊക്കെ. കുഴപ്പമൊന്നുമില്ല, അവരെനിക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ ചില കാര്യങ്ങൾക്കൊക്കെ. അതൊക്കെ രസമല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലും പോയി തിരിച്ച് വീട്ടിൽ പോന്നു. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.